ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവതിന് ചെമ്മീനൽ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കലും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ സച്ചിൻ ഭാമയും സംസാരിക്കുകയാണ്. സച്ചി പറയാണ്, ആൻറ്റി രേവതി എല്ലാം എടുത്ത് ഈ ക്യാഷ് എടുത്ത് പിന്നെ ആവശ്യമില്ലാതെ നിങ്ങളിവിടെ പറഞ്ഞു വരുത്തിയതാണ്. നിങ്ങൾ അത് രേവതി എടുത്തെന്ന് നിങ്ങളെ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളൊരു മകളെ പോലെ കണ്ടതല്ലേ രേവതിയെ. അപ്പം പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? കാരണം എന്തൊക്കെ വിഷയങ്ങൾ ആ വീട്ടിൽ നടക്കുന്ന അറിയുമ്പോൾ എനിക്കറിയാം, എനിക്ക് നല്ല ബോധ്യമുണ്ട് രേവതി ഈ ക്യാഷ് എടുത്തിട്ടില്ല. കാരണം അത്രമാത്രം അവളത് ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക്, മോനെ എനിക്കും സംശയമില്ല. പിന്നെ അത് നിൻ്റെ അമ്മ പറഞ്ഞിട്ടാ, എൻ്റെ അമ്മ പറഞ്ഞിട്ടോ? അത് നിൻ്റെ അമ്മ പറഞ്ഞിട്ടാ എന്നുള്ള ഇത് പറയും. ആൻറ്റി ചുമ്മാ കളിക്കരുത്. ഞാൻ ഈ കേസിൽ പരാതി കൊടുക്കാൻ പോവാം. അതായത് ഇപ്പം ഇവിടെ വീട്ടിൽ പാർലമെടുത്തി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് ശ്രുതിയും വന്നിട്ടുണ്ടല്ലോ. ശ്രുതിയും ഉണ്ട്, രേവതി ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ പേരിലും കേസ് കൊടുക്കാം. ആരെ എടുത്തത് അറിയത്തില്ലോ. നമുക്ക് പരാതി കൊടുക്കാം. ആൻറ്റി പോലീസിനെ വിളിക്കുന്നത് അത് വേണ്ട മോനെ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ വേണ്ടാതെ കേസ് കൊടുക്കുക. ഇല്ല വേണ്ട, ആൻറ്റി വിളിക്കണം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുക്കണം. സച്ചി ഫോൺ ഉണ്ട്. മോനെ ഒന്ന് വിളിക്കരുത്. എന്താ നിങ്ങൾ വിളിക്കാത്ത കാര്യം എന്താ? കാരണം ഇപ്പം നമ്മൾ ആരത് കണ്ടുപിടിക്കണ്ടേ? ഇത് ക്യാഷ് കൊണ്ടുപോയത് ആരെങ്കിലും കണ്ടുപിടിക്കണ്ടേ? ഇപ്പം ക്യാഷ് കൊണ്ടുപോയി എടുക്കുവാനും ബാക്കിയുള്ളവരെല്ലാം അല്ലാതെ കബളിപ്പിക്കപ്പെടുന്നവർ ആവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്, മോനെ ഇത് എൻ്റെ ക്യാഷല്ല. പിന്നെ ആരുടെ ക്യാഷാ? അത് എൻ്റെ അമ്മയുടെ ക്യാഷ്. അമ്മയുടെ ക്യാഷോ? അതെ, അമ്മയുടെ ക്യാഷാന്ന് പറയാം. അമ്മയ്ക്ക് ഇവിടുത്തെ ഇത്ര ക്യാഷ്. കാരണം അമ്മയ്ക്ക് ക്യാഷ് ഒന്നുമില്ല. അമ്മ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് എവിടെ ക്യാഷ്? പണിക്കും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അമ്മയ്ക്ക് എവിടെ നിന്ന് ക്യാഷ്? അമ്മയ്ക്ക് എന്നെ മരം കായ്ക്കുന്ന മരമല്ലോ, അല്ല പണം കായ്ക്കുന്ന മരമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കും. അതല്ല മോനെ, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിൻ്റെ വക്കീൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ നിൻ്റെ അമ്മ ആവശ്യപ്പെട്ട് ആ ക്യാഷാണ് ശരത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച്, അല്ല നിൻ്റെ അടുത്ത് മേടിച്ച് കൊടുത്തത്. ഉടനെ സച്ചി ദേഷ്യപ്പെട്ടു. ഈ മാതിരി തോന്നിയാസം കാണിച്ചിട്ടല്ല ഈ പരിപാടി കാണിച്ചിട്ട്. അപ്പോഴേ എനിക്ക് തോന്നി, അമ്മ കേസ് പിൻവലിക്കാണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് അല്ലാതെ നിങ്ങളെല്ലാം രേവതിയുടെ പേര് പറഞ്ഞപ്പോഴും ഓർത്ത്. കാരണം ഇതിനകത്ത് കള്ളത്തരം തന്നെ. ആദ്യം കേസ് പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം കാശ് മേടിച്ചിട്ട് അമ്മ പറഞ്ഞ് മനസാക്ഷി കൊണ്ടാണ്, അതായത് ഞങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ടാണ് കേസ് പിൻവലിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത് പറഞ്ഞ കേസ് പിൻവലിക്കാൻ വേണ്ടി ഇത്രമാത്രം തോന്നിയാസം കാണിച്ചിട്ടല്ലെങ്കിൽ മാത്രമല്ല, ഇപ്പം രേവതിയുടെ മേൽ ഈ കള്ളത്തരം കെട്ടി ഏൽപ്പിക്കുകയും ചെയ്യുന്നില്ലേ. നടക്കത്തില്ല, ഞാൻ നടത്തത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാണിച്ചു. ഉടനെ പറയാം, മോനെ ഒരു കാര്യം പറയണ്ട. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി എന്താ കാര്യം ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ 30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്, അത് മുടക്കരുത്, അത് ഇല്ലാതാക്കരുത്. ഞാനാർത്തും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ ഇറങ്ങിയിട്ട് അടുത്ത് സീൻ കാണിക്കുന്ന നമ്മുടെ വീട്ടിലാണ്. ചന്ദ്രവതി ചെന്നപ്പോഴത്തേക്ക് അച്ഛാ, വർഷേ, ശ്രീകാന്തെ, എല്ലാം ശ്രുതി എല്ലാവരും വാടാ വിളിക്കും. വിളിച്ച് എന്താ വിളിച്ചു. ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? എന്തിനാ നീ ഒച്ച വയ്ക്കുന്നത്? എല്ലാവരും വന്നിട്ട് കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്ന്. അപ്പോൾ എൻ്റെ അമ്മയും വന്നിരിക്കുക. അപ്പം ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് ചന്ദ്രമതി സ്വയം ചിന്തിച്ചിങ്ങനെ പറയുന്നുണ്ട്. വളരെ സച്ചി ചോദിക്കാനും, നിങ്ങൾ ആരെങ്കിലും കേസ് പിൻവലിക്കാൻ വേണ്ടി ക്യാഷ് തരാമെന്ന് വക്കീൽ പറയുകയാണ്, നിങ്ങൾ കേസ് പിൻവലിക്കുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോൾ ശ്രുതിയും പോലും മിണ്ടുന്നില്ല. ഉടനെ സച്ചി പറയുക, നിങ്ങൾ ആരെങ്കിലും പറ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷം പറയും, അതൊക്കെ നാണം കെട്ട പരിപാടിയല്ല, ആരെങ്കിലും ചെയ്യുമോ? അത് ആരും ചെയ്യേണ്ടത് ഈ ചെയ്യുന്നവരൊക്കെ എന്ന് പറയുമ്പോൾ നാറിയ ആൾക്കാരാന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ചന്ദ്രമതി ഓർക്കുക, എന്തോ കേസ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ക്യാഷ് മേടിച്ചിട്ടോ കേസ് പിൻവലിച്ചതെന്ന് അറിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക്, അപ്പം ആരാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലെന്നാണ്ട് ഈ അമ്മയാണ് കേസ്, അത് ശരത്തിൻ്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി വക്കീലിൻ്റെ 2 ലക്ഷം രൂപ മേടിച്ച് ഈ അമ്മയാണെന്ന് ചോദിക്കും. പറയാം. ഉടനെ രവീന്ദ്രൻ ചോദിക്കുക, ചന്ദ്രമതി എന്താ ഈ കേൾക്കുന്നേ? ചന്ദ്രമതി അവൻ പറഞ്ഞത് കറക്റ്റാണെന്ന് ചോദിക്കുക. ഉടനെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതായത് അടി കിട്ടിയതുപോലെ. അതെ ഇവർ തന്നെയാന്ന് പറഞ്ഞു. ഉടനെ ശ്രീകാന്ത് ചോദിക്കുക, അമ്മേ ഈ ചേട്ടൻ പറഞ്ഞ ശരിയാണോ? സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണോ ചോദിക്കുന്നത്. അതേടാ, നിൻ്റെ അമ്മ തന്നെയാണ് ഈ നാറിയ പരിപാടി കാണിച്ചേ, അല്ലാതെ വേറെ ആരും കാണിച്ചിട്ടില്ല. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അമ്മേനെന്ന്. ഉടനെ രവീന്ദ്രൻ പറയാം, ഞാൻ അപ്പോഴേ സംശയിക്കണ്ടായിരുന്നു ഇവളെ, ഞാൻ സംശയിച്ചില്ല. ഇവളെന്നാ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞ്
ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അന്ന് നിനക്ക് പറഞ്ഞത് കൊണ്ടാണ് കേസ് പിൻവലിച്ചെന്നോ. അടി എനിക്ക് നീ എന്നാടി നന്നാകുന്ന ചന്ദ്രമതി, എന്നാ നന്നാകുന്നത്? നിനക്ക് എന്നും ഇത് മാത്രമുള്ളല്ലോ, കാശ്, പണം, ആഭരണം, അതുള്ള കാര്യത്തിന് വേണ്ടി മാത്രം കിടന്ന് കൈയും കാലിട്ട് അടിക്കുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, എന്ന് നന്നാകാൻ നീ നന്നാകത്തില്ലടി എന്നൊക്കെ പറയുക. ഉടനെ ഒരുത്തങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മ അപ്പോഴേ കേസ് പിൻവലിക്കുമ്പോഴേ ഞാൻ ഓർത്തതാണ് ഇതിനകത്തൊരു കള്ളത്തരം ഉണ്ടെന്ന്. പിന്നെ അമ്മയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വർഷം പറയണേ ഇതൊക്കെ കാണിച്ച് വളരെ മോശമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രേവതിയെടുത്ത് മിണ്ടത്തില്ല, പക്ഷേ ഈ പരിപാടി കാണിച്ചത് മോശമായിപ്പോയി. കാരണം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊരു ചെറുക്കനാണ് നമ്മുടെ ശരത്ത്. അവനൊരു തെറ്റ് ചെയ്തിട്ട് അവനെ ആ തെറ്റിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു അത് മാപ്പ് അപേക്ഷിച്ച് വിടുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അല്ലാതെ ഇപ്പോഴുമായിട്ട് 2 ലക്ഷം രൂപ മേടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുക, അതെ നീ ചെയ്തത് തെറ്റാണ്, ഇതിന് പരിഹാരമായിട്ട് രേവതിയോടും സച്ചിയോട് ക്ഷമ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മാപ്പ് പറയണം, ഞാൻ മാപ്പ് പറയത്തില്ലെന്ന് പറയാം. അത് നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നീ ആദ്യം കേസ് പിൻവലിക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ചു, ഇപ്പം രണ്ടാമത് രേവതി മോളെ ക്യാഷ് കട്ടെടുത്തെന്ന് കള്ളത്തരം പറഞ്ഞു. ഈ 2നും ക്ഷമ പറഞ്ഞേ പറ്റൂ. അത് ബാമാൻറ്റി പറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ബാമ പറയാത്തതുകൊണ്ട് നീ തന്നെ കേസിൻ്റെ ക്ഷമ പറഞ്ഞേ പറ്റത്തുള്ളൂ, ഞാൻ കേസ് ക്ഷമ പറയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സുധി പറയാം, അമ്മ അല്ലല്ലോ എന്തിനാ കേസ് ക്ഷമ പറയുന്നത്? കാരണം അമ്മ ചെയ്ത് നല്ലൊരു കാര്യമല്ലേ, അമ്മ പറഞ്ഞ ആ ചെറുക്കനെ ജയിലിൽ പറഞ്ഞു വിടാതെ ഇരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്തിയല്ലേ ചെയ്തത്, അതുകൊണ്ട് അമ്മ ക്ഷമ പറയുമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയും പറയുവാണ്, അതിൽ അല്ലെങ്കിലും ആൻറ്റി ആ ചെറുക്കന് ശിക്ഷ മേടിച്ചു കൊടുക്കാതെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്ത്, അതുകൊണ്ട് ആൻറ്റി വിഷമിക്കുന്നുണ്ട്. ഉടനെ ചന്ദ്രമതി അല്ലെങ്കിൽ ഞാനെന്തിനാ വിഷമിക്കുന്നത്? കാരണം ഞാൻ ഈ കേസിൽ വിഷമിക്കൊന്നും ഇല്ല. കാരണം ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഞാനൊരു ഈടാക്കിയ ഒരു എമൗണ്ട് അത്രേ ഉള്ളൂ, 2 ലക്ഷം രൂപ. ആ ഒരു എമൗണ്ട് 2 ലക്ഷം രൂപ ആണെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയും, നീ നന്നാകത്തില്ലേടി ചന്ദ്രമതി, നീ നന്നാകുന്നേ? ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇനിയിപ്പം ഇതിന് പരിഹാരമായിട്ട് നീ ക്ഷമ പറയത്തില്ലെന്ന് മനസ്സിലായി, പക്ഷേ ഒരു കാര്യം വേണ്ട, ഇതിന് പരിഹാരമായിട്ട് 5 ലക്ഷം രൂപ നീ സച്ചിക്കും രേവതിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം 5 ലക്ഷം കൊണ്ട് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. നീ കൊടുത്തേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കാരണം കൊണ്ട് അവർക്ക് നഷ്ടമായത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ കാശ് തിരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുവാണ്. എന്നാൽ സച്ചി പറയുവാണ്, അച്ഛാ അതൊന്നും വേണ്ടെന്ന് പറയാം. കാരണം അല്ലടാ, നിൻ്റെ അമ്മ തന്നെ ഈ ക്യാഷ് തരണമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ചന്ദ്രൻ പറയാം, ഞാനിവിടെ നീ ക്യാഷ് ഉണ്ടാക്കാം, എൻ്റെ ഈ ക്യാഷൊന്നും ഇല്ല, ഞാൻ ക്യാഷ് കൊടുക്കാനുള്ള ഉദ്ദേശവും എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിൻ്റെ ഭർത്താവായത് അതായത് രവീന്ദ്രനെ ഇത് നിൻ്റെ ഭർത്താവായതുകൊണ്ട് ഞാൻ കൊടുക്കും, 5 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. എങ്ങനെ കൊടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കൊടുത്തിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ 2 പേര് സച്ചിൻ രേവതി ഇതിലെ കൂടെ ഓടി നടന്നത്, ക്യാഷ് അറേഞ്ച് ചെയ്ത്. അതുകൊണ്ട് ഈ ക്യാഷ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ സച്ചി പറയാം, അച്ഛനെന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ ഞങ്ങൾക്ക് ക്യാഷൊന്നും വേണ്ട എന്ന് പറയാണ്. ഉടനെ രേവതി പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. കാരണം അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന കാര്യത്തിൽ ക്യാഷൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്നെ കുറ്റക്കാരിയായിട്ട് അത് ഞാൻ കള്ളിയാന്ന് പറയാതിരുന്നാൽ മതി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ പറയുകയാണ്, എന്താണെങ്കിലും ഈ ക്യാഷ് നിങ്ങൾക്ക് 2 പേർക്ക് തന്നേ പറ്റത്തുള്ളൂ, വേറൊന്നുമല്ല. ഇതിന് പരിഹാരം നിങ്ങൾ ഇതിൽ നിന്ന് ഓടി നടന്നത് എനിക്കറിയാം, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് തരാൻ വേണ്ടി ഞാൻ എൻ്റെ പെൻഷൻ കിട്ടുന്ന കാശിന് മാസം കുറച്ച് ക്യാഷ് മാറ്റി വെക്കും. അതുകൂടാതെ അതും തികഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകാമെന്ന് പറയുക. ഞാൻ പുറത്ത് ജോലിക്ക് പോയി ആ ക്യാഷ് തന്നിരിക്കുന്നത്. എന്നാൽ സച്ചി പറയാം, അച്ഛനെന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയാം. ഇല്ല, എനിക്കിതിന് പരിഹാരം ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ പോകുന്നു. അണ്ണാ ചന്ദ്രമതി പറയാം, നിങ്ങളിനി ഈ പ്രായത്തിൽ എവിടെ ജോലിക്ക് പോകാനാ, എന്തിനാ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നീ മിണ്ടിപ്പോരുത്. കാരണം നീ ചെയ്ത തെറ്റിന് ഞാനായിട്ട് പരിഹാരം കാണിച്ചില്ല, നീ ഓരോന്ന് കാണിച്ചു കൂട്ടും, അതിൻ്റെ പുറകെല്ലാം തൂങ്ങേണ്ടത് ഞാനായിരുന്നു. ഇനി ഇതിപ്പം ജോലിക്ക് പോകുക എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അത് എൻ്റെ തീരുമാനമെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയാം, നിങ്ങൾ ജോലിക്ക് പോയിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എല്ലാം നാണക്കേടെല്ലാം ചോദിക്കും. അപ്പോൾ നീ ചെയ്തെല്ലാം ന്യായമായിട്ടുള്ള പരിപാടിയല്ലേ, അത് പുറത്തിറങ്ങി നാണക്കേടൊന്നും ഇല്ലല്ലേ എന്നുള്ള രീതി പറഞ്ഞിട്ട്, കാരണം ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അടുത്ത സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയും ഒരു കാഷ്വലായിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചന്ദ്രമതി വരിക. ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നുകൊണ്ട്
ശ്രുതിയും ചോദിക്കുകയാണ്, അമ്മ എന്താ ഒരു ഡള്ളായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ശ്രുതി ചോദിക്കുകയാണ്, ഒന്നുമില്ല, എന്നെ പറയാനാ, നമുക്ക് ആ ക്യാഷ് അവിടെ പൂക്കാരിക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. എന്തിന് ക്യാഷ് കൊടുക്കുന്നു, അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആ ചെറുക്കൻ തെറ്റ് ചെയ്തു, അതിന് പരിഹാരമായിട്ട് അവന് 2 ലക്ഷം രൂപ അമ്മയ്ക്ക് തന്നു, ആ ക്യാഷിൽ ഇപ്പോൾ കാണാതെ പോയി, അതിൽ പിന്നെ തെറ്റിരിക്കുന്നത്, ക്യാഷ് ഇപ്പം അമ്മയുടെ ക്യാഷും അല്ല, അപ്പോൾ അവിടുന്ന് മേടിച്ച് ക്യാഷില്ല, അതിൽ കളഞ്ഞു പോയത്, ഇപ്പം വേറെ തെറ്റൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അതല്ല ആ ക്യാഷ് തിരിച്ചു കൊടുത്തേ പറ്റൂ, 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പം എങ്ങനെ കൊടുക്കാൻ അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, സുധിമോനെ നീ എനിക്കൊരു 5 ലക്ഷം രൂപ തരണം. 5 ലക്ഷം രൂപയോ, അമ്മ എന്തീ പറയുന്നേ, എൻ്റെ 5 ലക്ഷം രൂപ എടുക്കാനില്ല എന്ന് പറയാം. അണ്ണാ അതങ്ങനെ പറയല്ലോ മോനെ, കാരണം ഇപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഞാൻ ആ അവിടുത്തെ തെറ്റുകാരിയാവും, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞായി പോവും, അതുകൊണ്ട് നടക്കത്തില്ല, നീ എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അമ്മ എൻ്റെ പഴയതുപോലെ ഒന്നുമല്ല, എൻ്റെ പൈസ 5-ൻ്റെ പൈസ ഇല്ല അല്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. ഉടനെ സച്ചി പറയുന്നുണ്ട്, അല്ലേ ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ നീ പറയല്ലേ, കാരണം നിനക്കിപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് സബ് ഡീലേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാഷൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, അമ്മ ശരിയാണ്, പക്ഷേ ഈ ക്യാഷൊക്കെ ഞാൻ അഭിലാഷ് മേനോൻ സാർ ഞാൻ കൊടുക്കുക ക്യാഷ്, അപ്പോഴല്ലേ ആ സാർ പ്രൊഡക്റ്റ് തരത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അതെ അത് ശരിയാണ്, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് നീ ഇപ്പോൾ ക്യാഷ് പെട്ടെന്ന് കൊടുക്കണ്ട, ആ ക്യാഷ് നീ എനിക്ക് തന്നാൽ മതി, അത് കഴിഞ്ഞ് പിന്നെ ഉള്ള സമയത്ത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക്, അയ്യോ അത് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടത്തില്ലല്ലോ, അല്ല പ്രൊഡക്റ്റ് കിട്ടത്തില്ല, ഈ പ്രാവശ്യത്തേക്ക് ഇച്ചിരി ഹോൾഡ് ചെയ്യും എന്നിട്ട് പറയാം അമ്മേ, അപ്പം നീ എനിക്ക് അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ നീ എനിക്ക് ക്യാഷ് തരത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞത്, ക്യാഷ് തരും, പക്ഷേ എനിക്ക് സമയം എന്താണെന്ന് പറയാം, സമയമൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും, എനിക്ക് ക്യാഷ് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാം. ഇല്ല അമ്മ അങ്ങനെ പൈസ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാം, അപ്പം പൈസ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ആശീർവദിക്കുവാനും ശ്രുതി, അങ്ങനെയാണെങ്കിൽ ശ്രുതി ഒരു കാര്യം ചെയ്യും, ശ്രുതിക്ക് മലേഷ്യയിലുള്ള ഇളയച്ചനുണ്ടല്ലോ, ഇളയച്ചനെ വിളിച്ച് 5 ലക്ഷം രൂപ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ ആൻറ്റി അത്, അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടുകയാണ്, ശ്രുതി ആൻറ്റി അതിപ്പം ചോദിക്കാൻ പറ്റത്തില്ല, അതെന്നെ ചോദിക്കാൻ പറ്റാതെ, അതിപ്പം ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, അദ്ദേഹം ഇപ്പോൾ ഏത് കൺട്രിയിലാണെന്ന് അറിയത്തില്ല, അത് പല രീതിയിലുള്ള പല കൺട്രിയിലാണ്, അപ്പം വിളിച്ചാൽ കിട്ടത്തില്ല എന്നുള്ളത്. ഓ വിളിച്ചാൽ കിട്ടത്തില്ലല്ലേ, ശരി എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ് അങ്ങനെയാണ് വേറൊരു കാര്യം ചെയ്യും, നമുക്ക് ശ്രുതി നീ പെട്ടെന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് മലേഷ്യക്ക് പോകണമെന്ന്. എന്തിന് മലേഷ്യക്ക് പോകുന്നത്, അല്ല ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയാം, അപ്പോൾ ജയിലല്ലേ, അപ്പോൾ ശ്രുതിയുടെ അച്ഛനെ കണ്ട്, ആ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്നതല്ലേ, അപ്പോൾ ആളെ കണ്ടൊന്ന് സംസാരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസ് എങ്ങനെയും ഒത്തുതീർപ്പാക്കി പുറത്തിറക്കാം, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറുമല്ലോ എന്നുള്ളത് നീ പറയാണ്. ഉടനെ ശ്രുതിയോ ഒരുപോലെ ഞെട്ടുക, പറയാം അയ്യോ ആൻറ്റി അതങ്ങനെ നടക്കത്തില്ല എന്ന് പറയുക, അതെന്നെ നടക്കത്തില്ല, നമ്മളതൊരു ജയിലിലൊക്കെ ആയതുകൊണ്ട് ഒരു പ്രോസസ്സുണ്ട്, അതിനൊരു 3-4 ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, 3-4 മാസം കഴിഞ്ഞ് സംഭവിക്കത്തുള്ളൂ, അതെ എന്ന് പറയാം. ഉടനെ എന്നിട്ട് ശ്രുതി ആർക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞ് ശ്രുതി അല്ല ആർക്കറിയാം ഇതൊക്കെ 3 മാസമോ 4 മാസം കൊണ്ട് നിൽക്കുമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കുമോ എന്നറിയത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.